നമസ്കാരം. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2024 സമ്പൂർണ്ണ ഫലമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഭരണി നക്ഷത്രക്കാർക്ക് 2024 ജനുവരി ഫെബ്രുവരി മാസങ്ങൾ അനുകൂലമായി കാണപ്പെടുന്നു. സന്താനങ്ങൾക്ക് ഈ കാലം അനുഗ്രഹീതമായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ഉയർച്ചയും കടങ്ങളിൽ നിന്ന് മോചനവും ലഭിക്കുന്നതാണ്. ശത്രുദോഷങ്ങൾ ഈ കാലയളവിൽ കുറവായിരിക്കും. വ്യവഹാരങ്ങളിൽ വിജയമുണ്ടാകുകയും ഒരേ സമയം പല കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തേണ്ടതായി വരികയും ചെയ്യും. കുടുംബജീവിതം സന്തോഷകരമാക്കാൻ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതാണ്. തൊഴിൽ രംഗത്ത് കൂടുതൽ ആത്മാർത്ഥത പുലർത്തും. ആരോഗ്യ സംബന്ധമായി അനുഭവപ്പെടുന്ന അസ്വസ്ഥതകൾ മാറിക്കിട്ടുന്നതാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവർ വർഷം മധ്യേ വരെ കാത്തിരിക്കുന്നത് നന്നായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. സന്താന സൗഭാഗ്യം കാണുന്നു. ആത്മാർത്ഥ സുഹൃത്തുക്കൾ എന്ന് കരുതിയിരിക്കുന്നവരിൽ പലരും അവസരം നോക്കി എതിർക്കുന്നതായി കാണാം. ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും ഉണ്ടാകുന്നതിനു വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്നതാണ്. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. തൊഴിൽ രംഗത്ത് പുരോഗതിയുടെ കാലമാണ്. 2024 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വരുമാനത്തിൽ ഗണ്യമായ വർധനവുണ്ടാകും. വാക്സാമർത്ഥ്യം കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. അധ്യാപകർക്ക് കാലം അനുകൂലമായി കാണുന്നു. സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുകയും പുതിയ കരാറുകളിൽ ഏർപ്പെടുന്നതുമാണ്. സമൂഹത്തിലെ ഉന്നതന്മാരിൽ നിന്നും സഹായം ലഭിക്കും. സന്താനങ്ങൾക്ക് വിദേശ ജോലിക്കുള്ള യോഗം കാണുന്നു. സന്താനങ്ങളുടെ മോശമായ പെരുമാറ്റം മനസ്സ് എപ്പോഴും വേദനിപ്പിക്കും. ഭാര്യയുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായേക്കാം. ആഡംബര വസ്തുക്കൾ ശേഖരിക്കും. ധനം നഷ്ടപ്പെടാനുമിടയുണ്ട്. സ്വജനങ്ങളുടെ ചതിമൂലം ആത്മദുഃഖം ഉണ്ടാകും. ഗുരുസ്ഥാനീയരെ ആരാധിക്കാനും ഇടവരും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കുന്നതാണ്. കുടുംബജീവിതത്തിൽ സമാധാനം ഉണ്ടാകുന്നതാണ്. ക്രയവിക്രയങ്ങളിൽ വിജയം ഉണ്ടാകും. പിതൃസ്വത്തുക്കൾ അനുഭവയോഗ്യമാകും. മാതൃഗുണം കൂടും. ഈശ്വരാനുഗ്രഹം കൂടുതലായി ലഭിക്കും. 2024 മെയ് ജൂൺ മാസങ്ങളിൽ തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകും. കൃഷിയിൽ നിന്നും ലാഭമുണ്ടാകുവാൻ ഇടയുണ്ട്. മറ്റുള്ളവർക്ക് അനിഷ്ടമുണ്ടാകുന്ന സംസാരം ഒഴിവാക്കണം. സ്വജനങ്ങൾ നീരസമായി പെരുമാറും. അനാവശ്യമായ അഭിപ്രായങ്ങൾ ഗൃഹാന്തരീക്ഷത്തെ ദോഷകരമാക്കും. യാത്രാവേളകൾ കൂടുതൽ ശ്രദ്ധിക്കണം. സഹോദരങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി ചെയ്യുന്നത് വിനയായി കലാശിക്കും. സാമ്പത്തികമായി കാലം വളരെ അനുകൂലമാണ്. അനിയന്ത്രിതമായ ക്ഷോഭം പല വിപത്തുകൾക്കും വഴിയൊരുക്കും. തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകുമെങ്കിലും അധ്വാനഭാരം കൂടുന്നതാണ്. ഉറ്റ സുഹൃത്തുക്കളുമായി അകലേണ്ടതായി വരും. മാതാപിതാക്കളുടെ രോഗചിന്ത മനസ്സിനെ അലട്ടും. കൃഷി, കച്ചവടം തുടങ്ങിയവയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതാണ്. വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് കാലം അനുകൂലമാണ്. സഹോദരങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി പണം ചെലവഴിക്കും. മറ്റുള്ളവരുടെ സഹായത്തിനുള്ള മനസ്സുണ്ടാകും. ഭാര്യയുടെ സ്വത്തുക്കൾ കൈവശം വന്നു ചേരും. കർമ്മരംഗത്ത് സ്ഥായിയായ മാറ്റം ഉണ്ടാകും. തൊഴിൽ മാറ്റത്തിന് അനുകൂല സമയമാണ്. അനുഭവബലം കൂടുതലായി ഉണ്ടാകും. വാക്കുകളും പ്രവൃത്തികളും ഫലപ്രദമായി തീരും. പ്രവർത്തന മേഖലകളിൽ കലോചിതമായ മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാകും. 2024 ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ വ്യാപാര ആവശ്യങ്ങൾക്കായി വാഹനങ്ങൾ വാങ്ങിക്കുവാനിടയുണ്ട്. ദീർഘയാത്രകൾ ചെയ്യുവാനുള്ള യോഗം കാണുന്നു. വിശ്വസിച്ച് ചെയ്ത ചില കാര്യങ്ങളിൽ നഷ്ടത്തിനിടയുണ്ട്. ആരോഗ്യനില മെച്ചപ്പെടുന്നതാണ്. ധനവരവ് കൂടും. സൽപ്പേരും ജനസമ്മതിയും ഉണ്ടാകും. വീട് മോടി പിടിപ്പിക്കും. എല്ലാ രംഗങ്ങളിലും ത്യാഗമനോഭാവം പ്രകടിപ്പിക്കും. തൊഴിൽ രംഗത്ത് അനുകൂലമായ മാറ്റത്തിനിട കാണുന്നു. അന്യസ്ഥലങ്ങളിൽ താമസിക്കേണ്ടതായി വന്നേക്കാം. കലാകാരന്മാർക്ക് കാലം വളരെ അനുകൂലമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും പലരെയും സഹായിക്കാൻ ശ്രമിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ ചില താളപ്പിഴകൾ കാണുന്നു.
ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തും. വർഷം മധ്യത്തോടെ സ്ത്രീകൾക്ക് നേട്ടങ്ങളുടെ കാലമായിരിക്കും. ബുധശുക്രന്മാരുടെ പ്രീതി ലഭിക്കും. സങ്കല്പത്തിനനുസരിച്ച് ഉയരത്തിനുള്ള സാഹചര്യമുണ്ടാകും. ഊഹക്കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കാനിടയുണ്ട്. അതീവ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ട സമയമാണ്. മുൻകോപവും ക്ഷമയില്ലായ്മയും പല ദോഷങ്ങൾക്കും ഇടവരുത്തും. അധികൃത സ്ഥാനങ്ങളിൽ നിന്നും അനുമോദനങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കുവാനിടയുണ്ട്. 2024 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ജീവിതത്തിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നതാണ്. പ്രശസ്തിയും അംഗീകാരവും നേടും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനിടയുണ്ട്. അധികാരഭാവം പ്രകടിപ്പിക്കും. ശുക്രചന്ദ്ര പരിവർത്തനം മൂലം തൊഴിൽ രംഗത്ത് വൻ നേട്ടമുണ്ടാകും. സഹോദര ഗുണം കൂടും. 2, 5, 9, 13, 17, 19, 23, 25, 30 തീയതികൾ ശുഭകരമായി കാണുന്നില്ല. മാതൃസഹായം കൂടും. സന്താനങ്ങൾക്കു വേണ്ടി പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതാണ്. കഷ്ടനഷ്ടങ്ങളിൽ നിന്നും മുക്തിയുണ്ടാകും. സാമ്പത്തിക കാര്യങ്ങൾ ആലോചിച്ചു മാത്രമേ നടത്താവൂ. അനാവശ്യ വാഗ്ദാനത്തിലേർപ്പെട്ട് മേലുദ്യോഗസ്ഥരുടെ അപ്രീതി സമ്പാദിക്കും. മുങ്ങിക്കിടന്ന കാര്യങ്ങൾ പൂർത്തിയാകും. ഈശ്വരചിന്ത വർദ്ധിക്കും. ഗൃഹബാധ്യതകൾ കുറയും. സഹകരണ മനോഭാവവും ലക്ഷ്യബോധത്തോടു കൂടിയുള്ള സമീപനവും സർവകാര്യ വിജയത്തിന് വഴിയൊരുക്കും. കലാകാരന്മാർക്ക് കാലം ഒരുവിധം മെച്ചമെന്നു പറയാം. ധനപരമായി കാലം വളരെ അനുകൂലമാണ്. സർക്കാർ ജോലിയുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തും. കുടുംബ ബന്ധങ്ങൾ നേരെയാകുന്നതാണ്. 2024 നവംബർ ഡിസംബർ മാസങ്ങളിൽ വ്യവഹാരങ്ങളിൽ വിജയം കാണുന്നു. കുടുംബത്തിലുണ്ടായിരുന്ന അസ്വസ്ഥതകൾ മാറിക്കിട്ടും. ആരെയും അന്ധമായി വിശ്വസിക്കരുത്. ഈശ്വരാനുഗ്രഹം കൂടുതലായി കാണുന്നു. ഊഹക്കച്ചവടം നഷ്ടത്തിൽ കലാശിക്കും. ധനലാഭം, രോഗങ്ങളിൽ നിന്നും മുക്തി എന്നിവ കാണുന്നു. ശത്രുദോഷം കുറയും. യാത്രാവേളകൾ കൂടുതൽ ശ്രദ്ധയോടെയാവണം. സന്താനങ്ങളുടെ ജോലി കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും. ദാമ്പത്യ ജീവിതം സന്തോഷകരമായി തീരും. ഓഹരി ഇടപാടുകളിൽ നഷ്ടം ഉണ്ടാകുവാനിടയുണ്ട്. നാൽക്കാലികളിൽ നിന്നും പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടം ഉണ്ടാകുന്നതാണ്. മേലുദ്യോഗസ്ഥരുമായി അകൽച്ച ഉണ്ടാകുവാനിടയുണ്ട്. മനസ്സിനെ അലട്ടുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണും. വസ്തുസംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കും. ശത്രുക്കളുടെ ഉപദ്രവം കുറയും. സന്താനത്തിന് ദൂരദേശത്ത് തൊഴിൽ യോഗം കാണുന്നു. കഷ്ടനഷ്ടങ്ങളിൽ നിന്നും മോചനം ഉണ്ടാകുന്നതാണ്. വർഷാവസാനത്തോടുകൂടി കാലം കൂടുതൽ അനുകൂലമാകും. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. വൻ ധനലാഭം ഉണ്ടാകും. ഈശ്വരാനുഗ്രഹം കൂടുതലായി ലഭിക്കുന്നതാണ്. പുണ്യകർമ്മങ്ങൾ ചെയ്തും പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചും ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രീതി നേടുകയും ചെയ്താൽ സർവദോഷഫലങ്ങളും മാറിക്കിട്ടുന്നതാണ്.